ഗ്രാൻഡ് ഫിനാലയ്ക്ക് തൊട്ട് മുമ്പ് ഒരു എവിക്ഷൻ നടക്കാൻ പോവാണ്. ഫിനാലെ എന്ന സ്വപ്നം ഉപേക്ഷിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളിൽ ഒരാൾ പുറത്തു പോകുന്നു. ഇത് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ഗ്യാസ് പോയി. നൂറ് ഏതാണ്ട് ഉറപ്പിച്ച താൻ തന്നെയാണെന്ന് അക്ബർ നൂറെടുത്ത് പറയുകയും ചെയ്തു. വിഷമിക്കരുത്, ആ സ്പിരിറ്റിലെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു. എന്ത് പറ്റി? അവർ ഉറപ്പിച്ചിരുന്നോ ഏകദേശം നൂറ ആയിരിക്കും പോവുക എന്നുള്ളത്? നിവിനും നൂറയ്ക്കും നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ട് കേട്ടോ. നൂറയിൽ ഇവരുടെ കുറച്ച് പസിൽസ് ഉണ്ടാവും, ഫോട്ടോയുടെ പസിൽസ് ഉണ്ടാവും. അത് ഗാർഡൻ ഏരിയയിലുള്ള പെഡസ്റ്റലിൽ അറേഞ്ച് ചെയ്യുക. പണിപ്പുരയിൽ നിന്നും ഇവരുടെ ഫോട്ടോ പസിൽ എടുത്തുകൊണ്ട് വന്ന് ഗാർഡൻ ഏരിയയിലുള്ള പെഡസ്റ്റലിന്റെ മുകളിൽ വെച്ച് ഫോട്ടോസ് അറേഞ്ച് ചെയ്യുക. എന്നാൽ ഒരാളുടെ ഫോട്ടോ മാത്രം പൂർത്തീകരിക്കാൻ സാധിക്കില്ല, അവരായിരിക്കും പുറത്തു പോവുക എന്നുള്ളത്. പണിപ്പുരയിലെ അവസാനത്തെ ടാസ്ക് ആയിരിക്കും കേട്ടോ. ആദ്യം ഇവർ നിന്നത് ഇവരുടെ സ്വന്തം വസ്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് അവസാനത്തെ ടാസ്കിൽ അവർക്ക് ഫിനാലിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ടാസ്കിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. നൂറ ഏതാണ്ട് ഉറപ്പിച്ച് നൂറ തന്നെയാണെന്ന്. നൂറയാണ് അവസാനമായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുന്നത്. ഇനി ഒരു എവിക്ഷൻ ഇല്ല, ഇനി ഫിനാലിലേക്ക് കടന്നു. ടോപ്പ് 5 നമ്മുടെ ടോപ്പ് 5 എത്തിയിരിക്കുന്നത് ഷാനവാസ്, അനുമോള്, നിവിൻ, അനീഷ്, അക്ബർ എന്നിവരാണ് കേട്ടോ. അവർക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലാലേട്ടൻ്റെ കൈ പിടിച്ചിറങ്ങി പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. 99ാമത്തെ ദിവസമൊക്കെ തീർച്ചയായിട്ടും ഒരാൾ പോവാറുണ്ട്. പക്ഷെ അവർക്കുള്ളൊരു ഭാഗ്യമാണ് ലാലേട്ടൻ്റെ കൈ പിടിച്ചിറങ്ങി പോവുക. ലാലേട്ടൻ വീട്ടിൽ വരുന്നു, ലാലേട്ടൻ വിശേഷമൊക്കെ ചോദിക്കുന്നു, എന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് പോവുക. അതൊരു അഭിമാനമായിരുന്നു. അല്ലെങ്കിൽ ഇവരുടെ എവിക്റ്റ് ആയതിൻ്റെ ഒരു സങ്കടം മാറുന്നത് ആ ലാലേട്ടൻ്റെ കൈ പിടിക്കുക ഉള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. പക്ഷെ നൂറയ്ക്ക് എന്തോ ആ ഒരു ഭാഗ്യം കിട്ടിയില്ല. നൂറ എവിക്ഷൻ നോർമലി എല്ലാവരും ടാസ്കിലൂടെ എവിക്റ്റായി പോകും, അതേപോലെ തന്നെയാണ് ടാസ്കിലൂടെ എവിക്റ്റായി ടിക്കറ്റ് ടു ഫിനാലെ നേടി ഫിനാലെ വീക്ക് വരെ എത്തിയ നൂറയുടെ ഭാഗ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് പോവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയതുകൊണ്ട് ഫിനാലെ വീക്കിലൊക്കെ ഗംഭീരമായിട്ടൊക്കെ നിൽക്കാൻ പറ്റി. എന്തൊക്കെ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നടത്തിയത് ഗ്രാൻഡ് ഫിനാലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്, ടോപ്പ് 5 ആവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എന്തോ നടന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ടല്ലോ. എന്തായാലും നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. അപ്പോൾ അനുമോളെ കെട്ടിപ്പിടിച്ച് പരാതി പരിഭവമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നൂറ വീട്ടിൽ നിന്ന് പോകുന്നത്. ഇതൊരു ഗെയിം അല്ലേ, ആ സ്പിരിറ്റിലാണ്ട് എടുത്താൽ മതി. അവരങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്താ പ്രശ്നം? ഗെയിം സ്പിരിറ്റിൽ എടുക്കുക. ജയിക്കാൻ വേണ്ടി പലരും പല കളികളും കളിക്കുമല്ലോ. നമുക്ക് ഇന്ന കളി കളിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അവരുടെ കളി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നേരും നെറിയും ഇല്ലാത്തതാണെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാം. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിലെടുത്താണെങ്കിലും നൂറെടുത്താണെങ്കിലും ആർക്കും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം നമ്മൾക്ക് ആരോടുമില്ല. പക്ഷേ അവർ കാണിച്ച കളികൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കും അല്ലേ? അതേ നമ്മളും ചെയ്തിട്ടുള്ളൂ. സീസൺ 7 ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതാ ആദ്യം ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയ ഒരു പെൺകുട്ടിയാണ് അനു. പെൺകുട്ടികളിൽ ആദ്യം കയറിയത് അനുമോളാണ് ഇപ്പോൾ അവസാനം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന ഒരു പെൺകുട്ടിയോ. ആദ്യം അനീഷ്, പിന്നീട് അനുമോൾ, അങ്ങനെയായിരുന്നല്ലോ ബിഗ് ബോസ് വീടിനകത്തേക്കുള്ള എൻട്രി. ഇപ്പോൾ ആദ്യം കയറിയ പെൺകുട്ടി തന്നെയാണ് ഇപ്പോൾ അവസാനവും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ആ സമയത്ത് അനു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അവസാനം ഞാൻ ഇറങ്ങിയാൽ മതി കേട്ടോ എന്ന്. അതേപോലെ തന്നെയായി ഇപ്പോൾ അവസാനം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അനുമോളായിരിക്കും. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. സീസൺ 7 ഫൈനലിസ്റ്റ് വന്നിരിക്കുകയാണ്, ടോപ്പ് 5. അതിൽ ഒരു പെൺകുട്ടി മാത്രമാണുള്ളത്. ജെൻഡർ കാർഡൊന്നും അല്ല കേട്ടോ. പക്ഷേ വളരെ അഭിമാനം, വളരെ സന്തോഷമുണ്ട്. ഒരു പെൺകുട്ടി അനുമോള് വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും ഇത്രമാത്രം ബുള്ള് ചെയ്തിട്ടും വീടിനകത്ത് അത്രത്തോളം ക്രൂശിക്കപ്പെട്ടിട്ടും ടോപ്പ് 5 എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നാളെ നമുക്കറിയാം ആരായിരിക്കും ടോപ്പ് 1 എന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് കപ്പ് ഉയർത്താൻ പോകുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ വോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ പുറത്തു പോകും എന്ന് ഞാൻ പറയുന്നില്ല, കപ്പ് നേടാതെ പോകും. വോട്ട് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.